അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രൈ ചിക്കനാണ്. ഡ്രൈ ചിക്കൻ ഫ്രൈ അല്ല, ഒരു ഡ്രൈ ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഉള്ളിയില്ല, സവോളയില്ല, അങ്ങനത്തെ അരിഞ്ഞിടേണ്ട പച്ചക്കറികളൊന്നും അതിനകത്തില്ല. ജസ്റ്റ് ചിക്കനും കുറച്ച് മസാലപ്പൊടികളും മാത്രം. നോക്കാം. അതിന് വേണ്ടത് നമ്മൾ 2 ചിക്കൻ ബ്രസ്റ്റ് പീസ്, എല്ലില്ലാത്ത പീസ് എടുത്താൽ ഇവിടെ ഏതാണ് കൂടുതൽ കിട്ടുന്നത്, അതുകൊണ്ട് എല്ലില്ലാത്ത പീസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ചെറിയ ക്യൂബ്സായിട്ട് എല്ലുള്ള പീസ് കിട്ടിയാലും നല്ലതായിരിക്കും, അതിന് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം കഴുകിയെടുക്കാം, എന്നിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനെ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ ഇതിനൊന്ന് ക്യൂബ്സ് ആക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ള പീസ് അതുകൊണ്ടല്ലേ. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് നടുക്കുന്ന സ്ലൈസ് ചെയ്തിട്ട് അതിനെ ക്യൂബ്സ് ആക്കും. അപ്പോൾ കുറച്ചുകൂടി മസാല പരണ്ട് കിട്ടും നമുക്ക് പീസസിൽ. ഒത്തിരി തിക്കായി കഴിഞ്ഞാൽ ചിലപ്പം അതിൽ മസാല പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇതിലെ ഫാറ്റ് കുറച്ച് ഫാറ്റ് ഉണ്ട് ഇതിൽ, പക്ഷെ അത് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല, കാരണം അത് മെൽറ്റായി പോയിക്കോളും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇത് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ട. എന്നിട്ട് ഇതിനെ നമുക്ക് ക്യൂബ്സ് ആക്കാം. ഇത്രയും വലിയ വലിയ പീസാകുമ്പോൾ അതിനെ ഒന്നും കൂടി ഒന്ന് മുറിക്കണം. തീരെ ചെറുതാക്കണ്ട, എന്നാൽ ഇതാണ് ഇതിലാകെയുള്ളൊരു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതും ഒരുപാട് സമയമെടുക്കുന്നതല്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇപ്പോൾ ലേറ്റായിട്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിക്കൻ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം, അല്ലാതെ വീട്ടിലുണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഈസി മെത്തേഡാണ്. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കില്ല. ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്നിലും നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നില്ല, കാരണം ചിക്കനിലെ വെള്ളം നല്ലപോലെ അങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ ഈ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പാൻ എടുത്തിട്ടുണ്ട്, നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത്ര എണ്ണ എടുത്തിട്ടുണ്ട്. ഇത്ര എണ്ണെങ്കിലും എടുക്കണം നമ്മൾ. ഇതാണ്, വേറെ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല, ഇത്ര എണ്ണ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാത്തൊരു മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പെരിഞ്ചീരകം വേണ്ട ഒരു ഇത്ര എടുക്കുക, എന്നിട്ട് ആ എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞ ഉടനെ നമുക്ക് എനിക്ക് ഈ സ്പൂൺ കണക്കൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അടപ്പിലെടുത്ത് ശീലിച്ചു പോയി. ഇത് വേണ്ട, ഞാൻ ഇടുമ്പോൾ ഈ ഒരു ഇത്രയെങ്കിലും ഞാൻ എടുക്കും ഒരടപ്പിൽ, എന്നിട്ട് ഇതാണ് ഇട്ട് കൊടുക്കും. ഇനി മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ മല്ലിപ്പൊടി. ഇതൊന്ന് നല്ലപോലെ റോസ്റ്റായി വരണം. അതുകൊണ്ട് ഇതുപോലെ ഇതിൻ്റെ പച്ചമണം മാറും. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇതിടുക. അപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റായി ഇതുണ്ടാകും. ഒന്ന് വഴണ്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലോട്ട് മുളക് പൊടി ഞാൻ അധികം ഇടാറില്ല. ഇതാണ് എൻ്റെ കണക്ക്. ഇത് ഇതിലോട്ടിടും. ഇട്ടു. എന്നിട്ട് ഇതൊന്ന് അതിൻ്റെ മുളക് പൊടി പിന്നെ പെട്ടെന്ന് റോസ്റ്റ് ആവും, മല്ലിപ്പൊടി പോലെ സമയം എടുക്കില്ല. എന്നിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഓക്കെ, മെയിൻ ആദ്യത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലോട്ട് ഇടേണ്ടതെന്ന് അറിയാം, ഉപ്പ്. ഞാനിതിലോട്ട് ചിക്കൻ പീസസ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഇടുക. ഇത് ബോണുള്ള പീസാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ ഇതുപോലെ ചെറുതാക്കി കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ക്യൂബ്സ് ആക്കി കിട്ടുവാണെങ്കിലാണ് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ്.
വലിയ പീസിൽ ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ നമുക്ക് അത്രയും ഒരു റോസ്റ്റഡ് ഫീലിംഗ് കിട്ടില്ല. വലിയ ഇട്ടു ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് നമ്മൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്ന ശരിക്കും മസാല. ഓക്കെ, ഇതിപ്പോൾ ഒന്ന് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. എല്ലാ പീസിലും നല്ലപോലെ തീ കൂട്ടി ഇങ്ങനെ ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് വെക്കേണ്ടി വരും. വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി. വേണ്ട, ഒരു 5 മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ വെള്ളം ഇറങ്ങി എണ്ണയുണ്ട്. ഇതിൽ രണ്ടിലും കൂടെ കിടന്ന് അങ്ങനെ ഇളക്കിയത്. ഞാനൊരു 2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കുന്നുണ്ട്. കാരണം മോൾക്ക് ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആകുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വെക്കുന്നതാണ്. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ ബാക്കി വീഴും. ഞാൻ ജസ്റ്റ് 2 മിനിറ്റും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊന്ന് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വരട്ടിയെടുക്കുക, മീൻസ് ഡ്രൈ ആക്കിയെടുക്കുക. വെള്ളമില്ലാതെ ഇതിങ്ങനെ തിളച്ച് മറിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി വിതറിയില്ല. ഞാൻ ഇത്ര ഇടുന്നുണ്ട്. വേറെ മുളക് പൊടിക്ക് എരിവില്ല, അങ്ങനെ അധികം എരിവില്ലാത്ത നല്ലത്. അപ്പോൾ ഇത്രയും കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ആഡ് ചെയ്യാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു ഓപ്ഷനാണ്, കുരുമുളക് അല്ലെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. അതിൽ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇത് വേണ്ട, ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് ഓഫ് ചെയ്യണം. അപ്പോൾ സംഭവം റെഡി ആവും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തു. ക്വിക്ക് ചിക്കൻ റോസ്റ്റ് റെസിപ്പി റെഡി. ഞങ്ങളിത് കഴിക്കാൻ പോകുന്നത് സ്പിനാച്ച് ചേർത്തുണ്ടാക്കിയ ചപ്പാത്തി ഉണ്ട്, അതിൻ്റെ കൂടെയാണ്.